തവണകളായി പണമടച്ച് പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ കരസ്ഥമാക്കാൻ ഈസി ഗോൾഡ് പർച്ചേസ് സ്കീം. PAK ഗോൾഡൻ ഡയമണ്ട്. സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെ ഫലസ്തീൻ ഐക്യദാർഢ്യ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ച് ഡിവൈഎഫ്ഐ വണ്ടൂർ ബ്ലോക്ക് കമ്മിറ്റി. ചെറുകോട് മുതൽ വണ്ടൂർ വരെ സംഘടിപ്പിച്ച മാർച്ച് SFI മുൻ അഖിലേന്ത്യാ പ്രസിഡന്റ് VP സാനു ഉദ്ഘാടനം ചെയ്തു. സംഘടിപ്പിച്ച സാമ്രാജ്യത്തിന് പരാതിക്കുന്ന ഈ വാഹനത്തിന്റെ തൊട്ടുപിറകിൽ കടന്നു വരികയാണ്. ബ്രിട്ടനിൽ 6.5 ലക്ഷം മനുഷ്യർ പ്രകടനത്തിന് വേണ്ടി രംഗത്തിറങ്ങുന്നു എന്ന് പറഞ്ഞെങ്കിൽ ഇന്ത്യയിൽ 1.5 കോടി മനുഷ്യന്മാർ ഒരുമിച്ച് ന്യൂഡൽഹിയിലോ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു മഹാനഗരത്തിലാകെ പ്രകടനം നടക്കുന്നതിന് തുല്യമാണ്. കാരണം എന്താ? ഔദ്യോഗിക കണക്ക് പ്രകാരം ഇന്ത്യയിലെ ജനസംഖ്യ എന്ന് പറഞ്ഞാൽ 146 കോടിയാണ്. ബ്രിട്ടനിലെ ജനസംഖ്യ എന്ന് പറഞ്ഞാൽ 6.8 കോടിയാണ്. 6.8 കോടിയുടെ ഏതാണ്ട് 1% ഈ പറയുന്ന 6.5 ലക്ഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ അർത്ഥത്തിൽ ഇന്ത്യയിൽ ആളുകൾ പങ്കെടുത്താൽ എത്ര ആളുണ്ടാവും? ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ച ലെബനനിൽ നടന്നിട്ടുള്ള പരിപാടിയിൽ പങ്കെടുക്കുന്നതിനിടയിൽ ആവേശപൂർവ്വം അവിടെ നിന്നുള്ള വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ബെൽജിയത്തിൽ നിന്നും പോർച്ചുഗലിൽ നിന്നും സ്പെയിനിൽ നിന്നും ഒക്കെയുള്ള ആളുകൾ ഇങ്ങനെ വളരെ ആവേശപൂർവ്വം പറഞ്ഞു. എന്താ പറയുന്നത്? വളരെ ആവേശപൂർവ്വം അവർ പറഞ്ഞു, ഇതാ ഞങ്ങളുടെ നാട് ഇത്രയും കാലം ഈ പലസ്തീനെതിരെ നിന്നപ്പോ, ഇസ്രായേലിനൊപ്പം നിന്നപ്പോ, അമേരിക്കയുടെ വാക്ക് കേട്ട് പാലസ്തീനെ നിരാകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രമേയങ്ങളിലെല്ലാം ഒപ്പിട്ടപ്പോ, പാലസ്തീന് സ്വാതന്ത്ര്യം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രമേയങ്ങളെല്ലാം എതിർത്തപ്പോ ഇന്ന് അതിൽ നിന്ന് മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ നാടും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ നാട്ടിലെ ജനതയും ഈ യുദ്ധത്തിനെതിരായിട്ടുള്ള നിലപാട് ശക്തമായി എടുത്തുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് വിവിധ രാജ്യങ്ങൾക്ക് നിലപാട് മാറ്റേണ്ടി വന്നു. റാലിയിൽ ആയിരക്കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. സമാപന യോഗം ഡിവൈഎഫ്ഐ മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് E ലിനീഷ് ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ വണ്ടൂർ ബ്ലോക്ക് സെക്രട്ടറി M സജാദ്, പ്രസിഡന്റ് ജുനൈദ്, ട്രഷറർ P ഷൈജു, ഡിവൈഎഫ്ഐ മുൻ ജില്ലാ സെക്രട്ടറി PK മുബഷീർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യൻ ബേക്സ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, മഞ്ചേരി റോഡ്, വണ്ടൂർ.